ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ കിച്ചണിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് എത്ര സർക്യൂട്ട് നമുക്ക് വലിക്കണം, പവർ സർക്യൂട്ട് അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ട് എത്ര വലിക്കണം എന്നുള്ളതാണ് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ കിച്ചണിൽ വരുന്ന മെയിൻ എൻട്രൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് അധികം പവർ പ്ലഗും കാര്യങ്ങളൊന്നുമല്ല വരുന്നത്. മെയിനായിട്ട് ഫാനിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ അതൊരു ചെറിയ ഒരു സർക്യൂട്ടായാലും മതി. ഒരു 2.5 സർക്യൂട്ടോ അല്ലെങ്കിൽ 1 സർക്യൂട്ടോ അവിടെ മതിയാവും. കാരണം അതൊരു മെയിൻ എൻട്രൻസ് സ്വിച്ച് മാത്രമാണ് വരുന്നത്. ഇൻവെർട്ടറിലാണ് അത്യാവശ്യം ഒരു ലൈറ്റ് അല്ലെങ്കിൽ 2 ലൈറ്റ് വർക്ക് ചെയ്യും, പിന്നെ ഒരു എക്സോസ്റ്റ് വർക്ക് ചെയ്യും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.5ൻ്റെ വയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 2.5ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വർക്ക് ഏരിയയുടെ സർക്യൂട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് ലൂപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. പവർ പ്ലഗും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പവർ പ്ലഗ്, അതായത് പവർ പ്ലഗിലേക്ക് വരുന്ന സെപ്പറേറ്റ് കണക്ഷൻ, അതുപോലെ തന്നെ മോട്ടറിലേക്ക് വരുന്ന സെപ്പറേറ്റ് കണക്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഏരിയയിൽ നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ വരുന്നുണ്ട്. ആ ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 പവർ പ്ലഗിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിനും 2 പവർ പ്ലഗിലും കൂട്ടിയിട്ട് നമ്മൾ ഒറ്റ വയറാണ് കൊടുത്തിരിക്കുന്നത്. അത് പവർ പ്ലഗ് എന്ന് പറയുന്ന ഓപ്ഷന് വേണ്ടിയിട്ട് DBയിൽ നിന്നും 2.5ൻ്റെ ഒരു വയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നേരെ വന്നതിന് ശേഷം നമ്മുടെ ആ കിച്ചണിലുള്ള എത്ര പവർ പ്ലഗുകളുണ്ടോ അതെല്ലാം കൂടി ഒന്നായിട്ട് കൊടുക്കുന്നു. അപ്പോൾ പവർ പ്ലഗിന് വേണ്ടിയിട്ട് നമ്മൾ 2.5ൻ്റെ വയർ DBയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പറയുന്ന 3 പ്ലഗുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു പവർ പ്ലഗ് ഞാൻ കാണിച്ചു തരാൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് മോട്ടറിൻ്റെ സ്വിച്ചും കൂടി വരുന്നത്. അപ്പോൾ 2 സർക്യൂട്ട് നമ്മൾ ഇവിടെ വലിച്ചിട്ടുണ്ട്. ഓൾറെഡി പവർ പ്ലഗിന് വേണ്ടിയിട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത് 2.5 വലിച്ചിട്ടുണ്ട്. ആ സംഭവം അതിന് അപ്പുറത്തെ പ്ലഗും ഇതുകൂടി നമ്മൾ ഒന്നിച്ച് കൊടുക്കുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മോട്ടറിൻ്റെ സർക്യൂട്ടാണ്. മോട്ടറിൻ്റെ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇത് നമ്മൾ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത് 2.5 കൊടുത്തിരിക്കുന്നത്. എർത്ത് നമ്മൾ 1.5ൻ്റെ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ DBയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ സെക്ഷൻ. വെറുതെ ന്യൂട്രലും ഫേസും മാത്രം വലിച്ചാൽ മതി മോട്ടറിന് വേണ്ടിയിട്ട്. എർത്ത് നമ്മൾ ഓൾറെഡി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. മോട്ടറിൻ്റെ വലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മോട്ടർ നമ്മൾ സെപ്പറേറ്റ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ ന്യൂട്രൽ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ച് മാറ്റിയിടണമാണ് നല്ലത്. കാരണം മോട്ടർ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാനും ട്രിപ്പിങ് സംഭവിച്ചാൽ തന്നെ നമുക്ക് ആ സെക്ഷൻ ഓഫ് ചെയ്തിടാനും പെട്ടെന്ന് നമ്മൾ സെപ്പറേറ്റ് വയർ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇത് ആ സെക്ഷനിൽ തന്നെ വരുന്ന പവർ പ്ലഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കിച്ചണിൽ തന്നെ വരുന്നത്. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പവർ പ്ലഗിൻ്റെ എല്ലാം കൂടി ഒന്നിച്ചാണ് കൊടുക്കുന്നത്. ഇനി പവർ പ്ലഗിൻ്റെ സെക്ഷൻ എല്ലാം ഒന്നിച്ച് വന്നതിന് ശേഷം നമ്മളത് ആ DBയിൽ നമ്മളൊരു 16 MCBയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് 16 MCB നമ്മൾ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടുക. അതുപോലെ തന്നെ കിച്ചണിൽ നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നോർമൽ സർക്യൂട്ട് നമുക്ക് കൊണ്ടുവരാം. അതിൽ നിന്ന് വേണമെങ്കിൽ ലൂപ്പ് ചെയ്ത് വർക്ക് ഏരിയ എടുക്കാം. പിന്നെ വരുന്നത് വെച്ചാൽ പവർ സർക്യൂട്ടാണ്. പവർ സർക്യൂട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം കൊണ്ടുവരിക. ആ കിച്ചണിൽ വരുന്ന എല്ലാ പവറുകളും ഒന്നായിട്ട് ഒരു സർക്യൂട്ട് കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ സർക്യൂട്ട്. മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് മിനിമം ഒരു 3 സർക്യൂട്ട് ഇങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് വലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മോട്ടറിന് സെപ്പറേറ്റ് കൊടുത്തില്ലെങ്കിൽ സബ്മേഴ്സിബിൾ, അതായത് കിണറിൻ്റെ അകത്തിടുന്ന മോട്ടറുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം ട്രിപ്പ് പോയുള്ള ചാൻസ് ഉണ്ട്. മൊത്തം ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ആ കിച്ചണിൻ്റെ ഏരിയ മൊത്തം ട്രിപ്പായി പോകും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ കിച്ചണിലേക്ക് വരുന്ന സെപ്പറേറ്റ് നമ്മുടെ മോട്ടറിന് സെപ്പറേറ്റ് കൊടുത്താൽ മോട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മോട്ടറിൻ്റെ സെക്ഷൻ മാത്രമേ ട്രിപ്പ് ആവുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.